ബേസിലാണേ. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന സ്റ്റോറി ഒന്ന് മുഴുവനായിട്ട് കേൾക്കണേ. ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ട് യൂട്യൂബിൽ എൻ്റെ സ്റ്റോറി ഫുള്ളായിട്ട് ഇടുന്നുണ്ട്. 6 മിനിറ്റ് 9 മിനിറ്റ് ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ഈ യൂട്യൂബിൽ എന്തിനാ ഈ സ്റ്റോറി ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വൈറലാവാനോ അല്ലെങ്കിൽ നാട്ടുകാരെ മൊത്തം കാണിക്കാനോ വേണ്ടിയിട്ടല്ല. എൻ്റെ സ്റ്റോറി എൻ്റെ മനസ്സിലൊരു തീ കിടക്കുന്നുണ്ട്. എനിക്കിപ്പോൾ 37ാമത്തെ വയസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ 46ാമത്തെ വയസ്സിൽ എനിക്ക് ചെയ്ത് തീർക്കാനായിട്ടൊരു കാര്യം, ഒരു ബിഗ് പ്രൊജക്റ്റ് എൻ്റെ മൈൻഡിലേക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ആ ഒരു വഴി, അതിലേക്ക് ഞാൻ വന്ന വഴിയാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 12.5 വയസ്സിൽ ജോലിക്ക് ഇറങ്ങിയതാണ്. 19.5 വയസ്സിൽ ഞാൻ നാട് വിടേണ്ടി. അപ്പോൾ ഞാനിത് എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, 12 വയസ്സിൽ ജോലിക്ക് ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ ആ സ്നേഹം കിട്ടേണ്ട സമയത്ത് എനിക്കത് കിട്ടിയിട്ടില്ല. 19.5 വയസ്സിൽ ഞാൻ നാട് വിട്ട ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്തും എൻ്റെ കൺമുന്നിൽ കാണുന്നത് മൊത്തം വയ്യാത്ത, മക്കളെ ഉപേക്ഷിച്ച മാതാപിതാക്കള്. ഒരു നേരത്തെ ഭക്ഷണം ഇല്ലാണ്ട്, മരുന്ന് മേടിക്കാനില്ലാണ്ട്, മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടി യാചിച്ച് നിൽക്കുന്ന മാതാപിതാക്കള്. എൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമം. ഞാൻ അന്നേരം നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ടൈപ്പാണ്. അപ്പൊ ഈ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ എനിക്ക് എൻ്റെ സ്വപ്നം പോലെ എനിക്ക് കാണിച്ചിരുന്നതാണ് ഞാൻ അവരെ നോക്കുന്നതായിട്ട്. അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ അത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങി. എന്റെ ദൈവമേ, ഞാൻ എങ്ങനെ അവരെ നോക്കും? ഞാൻ എങ്ങനെ അവർക്ക് ചെലവിന് കൊടുക്കും? ഞാനിപ്പോ പണിക്ക് പോകുന്നുണ്ട്, എനിക്ക് ഇത്രയും ശമ്പളം കിട്ടുന്നുണ്ട്, ഞാൻ 1 മാസം ചെലവിന് കൊടുത്തു, നാളെ എനിക്ക് പണിയില്ലാതെ വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ അവർക്ക് ചെലവിന് കൊടുക്കും? ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ തെണ്ടേണ്ട വരില്ലേ? ഞാൻ അങ്ങനെ എന്റെ വീട്ടിൽ എന്റെ മാതാപിതാക്കളെ ഞാൻ നോക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കൈ നീട്ടിയിട്ട് ഞാൻ നോക്കില്ലല്ലോ. ഞാൻ പണിയെടുത്ത്, ഞാൻ അധ്വാനിച്ച്, എന്റെ വേർപ്പുണ്ടാണല്ലോ ഞാൻ എന്റെ മാതാപിതാക്കളെ നോക്കുക. അപ്പൊ എനിക്ക് എന്റെ വീട്ടിൽ ഞാൻ ഒരാളാണോ 10 ആളാണോ 100 പേരാണോ, അവരെ ഞാൻ എൻ്റെ മാതാപിതാക്കൾ പോലെ കൊണ്ടുവന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് അതിനുള്ള വരുമാനം വേണം. അപ്പൊ ഞാനത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് എനിക്ക് ഫാമിന്റെ ഒരു ഐഡിയ എന്റെ മനസ്സിലേക്ക് വരുന്നത്. ഇത് മനസ്സിൽ വരുന്നതെന്ന് പറഞ്ഞാൽ സ്വപ്നം വഴിയാണ് ടൈം വരുന്നത്. എനിക്ക് വൈകുന്നേരം ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കിടക്കും. അന്ന് വൈകുന്നേരം എനിക്ക് സ്വപ്നം പോലെ എന്റെ മനസ്സിലേക്ക് ഈ കാര്യം കുത്തി നിറച്ചു തരും. അങ്ങനെ മൈൻഡിൽ വന്ന് ഇതിന്റെ ഇടയില് എനിക്ക് പ്രണയം ഉണ്ടായി, ഞാൻ കല്യാണം കഴിച്ചു, കാര്യങ്ങളൊക്കെ വന്നപ്പോ ഞാൻ കുറച്ച് പ്രാർത്ഥനയിൽ നിന്നൊക്കെ പ്രാർത്ഥനയിൽ നിന്ന് വിട്ടു നിന്നപ്പോ ഞാൻ വിചാരിച്ചു ഓട്ടോമാറ്റിക് ദൈവത്തിന്റെ, അന്നൊക്കെ ദൈവഭക്തിയും ദൈവത്തിനോട് ഭയങ്കരമായിട്ട് അടുത്ത് നിന്നുകൊണ്ടിരുന്നു. ഇപ്പൊ ഞാൻ ആ ദൈവത്തിനോട് അത്രയും അടുപ്പില്ല, എന്റെ മൈൻഡിൽ നിന്ന് പോയി. അങ്ങനെ എനിക്ക് കല്ലൂസ് ഉണ്ടായപ്പോ അവന് 1-2 പ്രശ്നങ്ങളൊക്കെ വന്നു. ഞാനതൊന്നും വീഡിയോയിലൊന്നും പറഞ്ഞിട്ടില്ല. അവന് 1-2 പ്രശ്നങ്ങളൊക്കെ വന്നപ്പോ എന്റെ മനസ്സിൽ പിന്നെയും ദൈവത്തോട് ഞാൻ കുറച്ചുകൂടി അടുത്തു. എന്റെ 19.5 വയസ്സിൽ ഞാൻ മനസ്സിൽ കണ്ടതാണ് നിന്റെ 46ാമത്തെ വയസ്സിൽ നീ അച്ചീവ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം. അതാണ് ഞാൻ ഇന്ന് കുവൈറ്റിൽ നിന്ന് നിർത്തിയിട്ട് ഞാൻ നാട്ടിലേക്ക് പോവാനും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇപ്പൊ നാട്ടിൽ ചെന്നിട്ട് ഞാൻ വലിയ ഫാമായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ടല്ല. ഞാൻ എൻ്റെ ആരോഗ്യവും എൻ്റെ അധ്വാനവും വെച്ചിട്ട് ഞാൻ 2 3 പശുക്കളെ മേടിച്ച് അതിൽ നോക്കി അതിന്റെ A to Z കാര്യങ്ങൾ പഠിച്ച് അടിത്തറ പാകി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വരുന്ന 2 3 4 5 വർഷം കൊണ്ട് ഞാൻ ആ ഒരു അച്ചീവ്മെന്റിൽ എത്തും. എത്തിയതിനു ശേഷം ഞാനൊരു വലിയ വീടായിട്ട് എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ ഭാര്യയ്ക്കും എല്ലാവർക്കും താമസിക്കാനായിട്ടൊരു വീട്, അതില് ദൈവം എനിക്ക് അന്നേരം എൻ്റെ തലയിൽ എത്ര പേരെ നോക്കാനുള്ള ഭാഗ്യം വെച്ചിട്ടുണ്ടോ അത് ആ സമയത്തേക്ക് നടപ്പാക്കും. ഒരാളുടെയും കയ്യും കാലും പിടിക്കാതെ ഞാൻ ആ ഒരു അച്ചീവ്മെന്റ് എന്നിലേൽപ്പിച്ച ആ നിയോഗം ഞാൻ എന്നിലൂടെ നടപ്പാക്കാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ കുവൈറ്റിൽ നിന്ന് പോകുന്നത്. അപ്പോ ഇതിന്റെ ഇടയിൽ ഞാൻ എന്റെ സ്റ്റോറി ഇട്ടത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ സ്റ്റോറി കാണുന്നുണ്ട്. മറ്റേ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലാണ് എന്റെ സ്റ്റോറികൾ അധികം ആൾക്കാർ കാണുന്നത്. അപ്പൊ കണ്ടപ്പോ എനിക്കൊരു ജസ്റ്റ് ഒരു ആവേശം, മീൻസ് എന്നാ അധികം ആൾക്കാർ കാണുന്നുണ്ട്, എന്നാ അതിലൊന്ന് ഇട്ട് നോക്കാം. അങ്ങനെ ഞാൻ ചെറിയ ചെറിയ റീൽസ് കട്ട് ചെയ്തിട്ടാണ് അതിലൊക്കെ ഇട്ടേക്കുന്നത്. ആർക്കെങ്കിലും എന്റെ വീഡിയോസോ കാര്യങ്ങളോ കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് എന്തെങ്കിലും വിഷമോ കാര്യങ്ങളൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. കാരണം ഒരാളെയും വിഷമിപ്പിക്കാനല്ല എന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ, ഒരാളെയും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നേ വരെ ഒരു കാര്യം ചെയ്തിട്ടില്ല. ആർക്കെങ്കിലും സന്തോഷത്തിലുള്ള ഒരു ദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനത്തെ ഒരു ദൗത്യമാണ്. അപ്പോൾ ഞാൻ ഇന്നത്തോടെ എന്റെ സ്റ്റോറികൾ അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പോ കുവൈറ്റിൽ ഞാൻ നാട്ടിൽ പോകുന്നതായിട്ടും കുറച്ച് കാര്യങ്ങളും പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ ചെറിയ വീഡിയോസ് ഇടുന്നതായിരിക്കും. ഈ പറഞ്ഞ പോലെ നാട്ടിൽ പോയിട്ട് എന്റെ ഫാമും കാര്യങ്ങളായിട്ട് അടിപൊളി വീഡിയോസ് ആയിട്ട് അടുത്ത റേഞ്ചിൽ ഞാൻ വരുന്നതായിരിക്കും. അപ്പോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അടുത്തതിൽ കാണാം.